നമസ്കാരം. സാധാരണ ഓരോ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ ഒപ്പീനിയൻ പറയുന്നത് പോലെ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല. ബിക്കോസ് ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് തോന്നിയത്. ഈ സിനിമ എടുത്തിട്ടുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പിടിക്കുന്നത്? നിങ്ങൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ഞാൻ അത്രയും സന്തോഷിച്ച് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നൊരു സിനിമ, കണ്ടു തീർത്തൊരു സിനിമ. ഈ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്കിത് കഴിയണ്ടായിരുന്നു എന്നാണ് തോന്നിയത്. ഇത് ഞാൻ ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് അത്രയും ഫീൽ ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അത്രയും എൻ്റർടൈനിങ് ആയി, അത്രയും എൻഗേജിങ് ആയിട്ട് എടുത്തു വെച്ചൊരു സിനിമയാണ് മാൻ. ഞാൻ സാധാരണ സിനിമകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, സിനിമ നമ്മളെ കണക്ട് ചെയ്തു, ഭയങ്കരമായിട്ട് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആയി എന്നൊക്കെ. പക്ഷേ ഈ പ്രേമലുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ കണക്ട് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മളതിലേക്ക് ഇൻവോൾവ് ആയി എന്ന് മാത്രമല്ല, ഇൻവോൾവ് ആയിട്ട് നമ്മളങ്ങ് അവരുടെ കൂട്ടത്തിലൊരാളായി എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ ആയി എൻ്റെ ചിന്തയൊക്കെ. കാരണം അമ്മാതിരി വൈബ് പടം കേട്ടോ, അമ്മാതിരി വൈബ് പടം. ഇതിൻ്റെ അകത്ത് കുറച്ചങ്ങ് തമാശ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുള്ള പരിപാടി ഒന്നും ഇല്ലാതെ തോന്നുന്നു. അതായത് എഴുതി പിടിപ്പിച്ച പരിപാടി ഒന്നുമല്ല, ക്യാമറ അങ്ങ് ഓണാക്കിയിട്ട് നിങ്ങളങ്ങ് അടിച്ച് കലക്ക് മക്കളെ എന്ന് പറഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് എനിക്ക് തോന്നിയത്. വളരെ വളരെ നാച്ചുറലായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അഭിനേതാക്കളൊക്കെ ആണെങ്കിലും വളരെ നാച്ചുറലായിട്ട്, വളരെ നോർമലായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ചിരി വരികയാണ്. ആ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ അത്രയും എന്താ പറയുക, ചിരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ് എന്നുള്ളൊരു പരിപാടി. അത് എളുപ്പമല്ല. അത് ഈ സിനിമയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്ന ആ ഫാക്ടറാണ്. പിന്നെ കണ്ടോണ്ടിരിക്കണം, നമ്മളതിനെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഫലിപ്പിക്കണ്ടേ, കാണിച്ച് ഫലിപ്പിക്കണ്ടേ. ഞാനിത് തിയേറ്ററിൽ നിന്ന് കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ കളിച്ച് ചിരിച്ച് അർമ്മതിക്കുകയാണ്, കയ്യെ കട്ടിച്ച് അർമ്മതിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളോട് എനിക്കൊരു ഇഷ്ടം തോന്നി പോവാണ്. കാരണം എന്തോരം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുമല്ലേ ഇങ്ങനൊരു പരിപാടി ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിക്കോസ് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണോ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നെസ്ലൻ മുത്താണ് മാൻ. വൈബ് മുത്താണ്. ഇപ്പോൾ ആ സിനിമ കഴിഞ്ഞിറങ്ങി വന്നിട്ട് മൂപ്പരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഉമ്മ കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്നെ കളിയാക്കാനൊന്നും വരണ്ട, ഞാനത് ഫീൽ ചെയ്തിട്ട് തന്നെ പറയുന്നതാണ്. നെസ്ലൻ മുത്താണ്. നെസ്ലൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മൂപ്പര് സംസാരിക്കുന്നതൊക്കെ തന്നെ എന്ത് രസമാണ്, മൂപ്പര് ഡയലോഗ്സൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ എന്ത് രസമാണ്, അടിപൊളി, പെർഫെക്റ്റ്. പിന്നെ നെസ്ലൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ചങ്ങാതിയുടെ പേര് എനിക്കറിയില്ല. മൂപ്പരെ നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പൊന്മുട്ട മീഡിയയിൽ അഭിനയിച്ച ആ ചങ്ങാതിയുടെ പേര് എനിക്കറിയില്ല. മൂപ്പരുടെ ഭാഗം നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളി നമ്മളെ കുറേ ചിരിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മമിത ബൈജു എടുത്ത് പറയേണ്ട കാര്യമാണ്. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. അതുമാത്രമല്ല അവരുടെ പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്ത് രസമായിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അടിപൊളി. മമിതയും കലക്കിയിട്ടുണ്ട്, അടിപൊളി. എടുത്തെടുത്ത് പറയണം, മമിതയുടെ കൂട്ടുകാരിയും എൻ്റെ മനസ്സിൻ്റെ അകത്തുനിന്ന് പോയിട്ടില്ല. അതിലും മമിതയുടെ കൂട്ടുകാരിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണെന്നെങ്കിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരൊന്നും അറിയാത്തതുകൊണ്ട് കേട്ടോ പേര് പറയാതെ, അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മീനാക്ഷി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽത്താഫ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ പുള്ളിയുടെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയെക്കുറിച്ചിട്ട് എടുത്തെടുത്ത് പറയാനാണെങ്കിൽ, പോസിറ്റീവ്സ് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ കുറേ പറയാനുണ്ടെന്നേ. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയിട്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യും, നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് പോകാം തിയേറ്ററിൽ പോയിട്ട്. കാരണം അങ്ങനെ ഒരു വൈബ് പടമാണത്. ഇവർ മറ്റേ അൽത്താഫിൻ്റെ കല്യാണം കൂടാനൊക്കെ പോകുന്നൊരു, അൽത്താഫല്ലേ എൻ്റെ പേര്, അൽത്താഫിൻ്റെ കല്യാണം കൂടാൻ വേണ്ടി പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഒരു തോട്ടങ്ങാണ് പരിപാടി, നൈസാണ് അവിടുന്ന്. പിന്നെ ഇവർ പബ്ബിൽ പോകുന്നൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നൈസ്, എന്ത് രസമായിട്ട് എടുത്ത് വെച്ചിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്, ഇവരുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ ഇത് എടുത്ത് വെക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എടുത്ത് വെച്ചിരിക്കുന്ന എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. അത് പറഞ്ഞിട്ട് മതിയാവുള്ളൂ എനിക്ക്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആ സീനൊക്കെ.
രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. അടിപൊളി. നമ്മൾ ഇതൊരു സിനിമ കാണുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ ഇവരുടെ ഒപ്പൊക്കെ കൂടെ ഇങ്ങനെ തുടക്കം തൊട്ട് തന്നെ സഞ്ചരിക്കുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ മാത്യൂസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. മാത്യൂസ് വന്നപ്പോഴാണെങ്കിൽ രസമായിരുന്നു. മാത്യൂസിൻ്റെ ഒരു ക്യാരക്ടറാണെങ്കിൽ നൈസാണ് ഇതിൻ്റെ അകത്ത്. കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ നൈസ് ക്യാരക്ടറാണ്. പുള്ളിയും നല്ല രീതിക്ക് ചെയ്തിട്ട് പുള്ളിയുടെ പാടം നോക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, ബാക്കി ഈ സിനിമ തീരണ സമയത്തൊരു ഇമോഷണൽ സാധനമൊക്കെ നമുക്ക് തോന്നും. അത് ആ സിനിമയുടെ വിജയമാണെന്ന് ഞാൻ പറയും. ബിക്കോസ് സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് അർമാദിച്ചിട്ടൊക്കെ ഇങ്ങനെ കണ്ട് അടിച്ച് പൊളിച്ചിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് നമുക്കൊരു ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ കരച്ചിൽ പിടിച്ചില്ല അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ലാസ്റ്റത്തെ ഒരു സീനൊക്കെ കാണുമ്പോഴേ, ലാസ്റ്റ് ഏതാണെന്നും പറയുന്നില്ല, ലാസ്റ്റത്തെ ഒരു സീന് നമുക്കൊരു ഇതൊക്കെ തോന്നും. ഒരു നസ്ലിനോടാണെങ്കിലും അല്ലെങ്കിൽ മമിതയോടൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടവും അല്ലെങ്കിൽ നമുക്കൊരു ഫീലൊക്കെ ആക്ച്വലി തോന്നും. കാരണം അത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുമുണ്ട്. വിഷ്വലി കാണുമ്പോഴാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ഈ നസ്ലിനും മമിതയും ഒരുമിച്ച് ഇവർ തമ്മിൽ ഒരുപാട് സിനിമകൾ വരട്ടെ. കാരണം നല്ല ജോഡിയായിട്ട് എനിക്ക് തോന്നി. കാരണം നല്ല രസമുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ എന്ത് സിമ്പിളായിട്ടാണ് ഇവരെടുത്ത് വയ്ക്കുന്നത്. ഇവരുടെ പുറകിൽ ഇവർ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. ഇതിൽ അഭിനേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ കാണുമ്പോഴേ എന്ത് സിമ്പിളായിട്ടാണ്, ലൈക്ക് നമുക്കൊരു സ്ട്രെസ്സും തോന്നില്ല. കാരണം അത്രയും ഫ്രീ ആയിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്, നൈസായിട്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് ഒരു അടിച്ചുപൊളി പരിപാടിയാണ്. നല്ല രസം, വൈബാണെന്നാണ്, വൈബ് പടം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളത്. സന്തോഷം, വളരെ സന്തോഷം. വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. ഒരു തവണയും കൂടി ഞാൻ ഈ ഒരു സിനിമ എന്തായാലും പോയിട്ട് കാണും. ബിക്കോസ് എനിക്ക് കണ്ടിട്ട് മതിയായിട്ടില്ല. ബിക്കോസ് അത്രയും ഫീൽ. ഇതിപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം, എൻ്റെ ഫീലിങ്സ് ആണ് കേട്ടോ പറയണേ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ആ ഫീൽ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് വരരുത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇത്. എനിക്ക് ആ സിനിമ കഴിഞ്ഞിറങ്ങി വന്നിട്ട് ഞാനത് ചൂടോട് കൂടിയിട്ടാണ് വന്ന് പറയുന്നത്. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ആ ഒരു ഫീലൊക്കെ പോയിട്ടുണ്ടാകും. പക്ഷേ ഇതിപ്പോൾ ചൂടോടെ ഉള്ള അപ്പം എന്നൊക്കെ നമ്മൾ പറയണ പോലെ ആ ഒരു വൈബിലിരുന്നിട്ട് നമ്മൾ സംസാരിക്കണതാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമ. പ്രേമലു വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ സിനിമ. കലക്കിയിട്ടുണ്ട്, എല്ലാവരും കലക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉള്ളതാട്ടാ. ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതേപോലെ തന്നെ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കിടക്കട്ടെ. രാവിലെ അന്വേഷിപ്പിൻ കണ്ടെത്തും കണ്ടു. അതും നല്ലൊരു സിനിമ. അപ്പോൾ എല്ലാം കൊണ്ട് ഇന്ന് ഹാപ്പി ആയിട്ടുള്ളൊരു ഫ്രൈഡേ ആണ്. കണ്ട 2 സിനിമകളും നിരാശപ്പെടുത്തിയില്ല. 2 സിനിമകളും ഗംഭീരമായിരുന്നു. വെരി ഗുഡ്. ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉജ്ജ്വല നേട്ടമാണ് എന്നാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. സോ ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബെല്ലും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബൈ.